ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയന്തി ചേട്ടനോടും ചേച്ചിയോടും പിടിപ്പിച്ചതിനെ പറ്റിയും അമർത്തുന്നതിനെ പറ്റിയും അലീനെ വിളിക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പരിഭവവും പരാതിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവർക്ക് ഇതൊക്കെ കേട്ട് തലവേദന എടുക്കുക. ഞാനിത് നിർത്തിക്കും, അടിച്ച് അവളുടെ കാരണം പോകുകയും ഞാൻ ഇവിടുന്ന് ഓടിക്കും എന്നൊക്കെ പറയണം. ക്ഷമയുടെ നെല്ലിപ്പലകയിലേക്ക് ഇറങ്ങി നിൽക്കുക ഞാനെന്നൊക്കെ പറഞ്ഞ് വൈജ കിടന്ന് രോക്ഷം കൊണ്ട് സംസാരിക്കുമ്പം വൈജ നീ ഒന്ന് അടങ്ങാൻ പറഞ്ഞു മാലതി. ഇനി എങ്ങോട്ടടങ്ങാൻ? ഇങ്ങനെ ഒരു സംഗതി മാലതി അടുത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു വൈജ. ഹൃദ്രോഗി അപ്സ്റ്റെയറിൽ ഒറ്റയ്ക്ക് പോയി താമസിക്കുക, ഭാര്യയെ കാണണ്ട, മക്കളെ കാണണ്ട, വേലക്കാരിയെ മാത്രം കണ്ടാൽ മതി, നാഴികയ്ക്ക് 40 വട്ടം. എവിടെ നടക്കൂ ഇത് എന്നാ ഹൃദ്രോഗിയാ എന്നൊക്കെ ചോദിക്കുമ്പോ ദേ വൈജയ്, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാൻ പറഞ്ഞു. കുറച്ച് നാളത്തേക്ക് നീ അയാളുടെ പാട്ടിന് വിട്ടേക്ക്. അയാളുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് തീർന്നില്ല. മോളിൽ നിന്ന് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം നീട്ടി അങ്ങ് അടിക്കുവാണ്. അപ്പൊ ഈ ഒച്ച കേട്ടപ്പം ദേ തുടങ്ങി. ഇപ്പൊ അവൾ ഓടും മുകളിലോട്ട്. അപ്പോഴത്തേക്കും അലീനെ അവിടെ വന്ന് നിൽക്കുക. നോക്കി വൈജ അലീനെ തുറിച്ച്. പാവത്തിന് പേടിയായിട്ട് പാടില്ല. അലീനെ തുറച്ച് നോക്കിയിട്ട് ഒരു തിരിഞ്ഞു നിൽപ്പ്. ആ സമയത്ത് വീണ്ടും ഒച്ചത്തിൽ ബെല്ല് വരുന്നു. ആ സമയത്ത് നമ്മുടെ അലീന അവിടെ നിൽക്കുക. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മാലതിയോട് വന്നു അലീന ചോദിച്ചു. നീ ചെല്ലാൻ പറഞ്ഞു മാലതി. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന വൈജയെ നോക്കിയിട്ട് അകത്തേക്ക് കയറി പോണു കേട്ടോ ബാലനെ കാണാനായിട്ട്. ദേ ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഗംഗേട്ടാ? ഞാൻ പിന്നെ എന്നത്തിനാ പെണ്ണായിട്ട് ഇവിടെ ജീവിച്ചിരിക്കുന്നതെന്ന് ചോദിക്കാം. നിന്റെ ഭർത്താവ് ഒരു ഹാർട്ട് പേഷ്യന്റാ, അയാൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യവും നീ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്നാ തെറ്റ് ചെയ്തെന്ന് ഗംഗേട്ടൻ പറയാനായിട്ട് വൈജ ഗംഗേട്ടനോട് പറയുന്നു. എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം എന്താ? ഈ അപമാനം ഏത് ഭാര്യ സഹിക്കും എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പം ക്ഷമയേക്കാൾ വലിയൊരു ആയുധം വേറെ ഇല്ല വൈജയെ. ക്ഷമ നശിച്ചാൽ പിന്നെ വരുന്നതെല്ലാം നമ്മൾ നേരിടേണ്ടി വരുമെന്ന കാര്യം ഇങ്ങനെ പറയുന്നു ഗംഗേട്ടൻ. അതൊന്നും വൈദ്യക്ക് തലയിലേക്ക് കയറുന്നില്ല. വൈദ്യ ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ മുകളിലോട്ട് നോക്കുക. ഈ സമയത്ത് അതായത് ബാലചന്ദ്രൻ കഴിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് അലീന ഇറങ്ങി വരുക, പാത്രങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ വൈദ്യ ഇങ്ങനെ അലീനെ തുറച്ചു നോക്കുക കേട്ടോ. ഒരു കപ്പും സോസറും എടുക്കാൻ വേണ്ടി വിളിച്ചതാ, ഓരോ കാരണങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് വൈദ്യ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പൊ അലീന ഒന്നും മിണ്ടാത്ത താഴേക്ക് ഇറങ്ങി വന്നു, അടുക്കളയിലേക്ക് പോയി. അപ്പൊ അലീന ഇങ്ങനെ നിസ്സഹായതയോടുകൂടി അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടപ്പോ ഇവര് രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, അതായത് മാലതിയും ഗംഗേട്ടനും. എന്നിട്ട് വൈജയ്, ദേ നീ ഇതെല്ലാം കുറച്ച് ഈസി ആയിട്ട് കാണ്. അയാൾക്ക് നിന്നോട് എന്തോ അനിഷ്ടം ഉള്ളത് കൊണ്ടാണല്ലോ ബെഡ്റൂം സെപ്പറേറ്റ് ചെയ്യുകയും ഇതുപോലെയൊക്കെ ചെയ്തത്. ആ അനിഷ്ടം എന്താണെന്ന് അങ്ങേര് പറയട്ടെ എന്ന് നേരം വൈജ. അല്ലാതെ ഞാൻ അടങ്ങില്ല എന്നും പറഞ്ഞായി. അപ്പൊ അത് പറയണോ വേണ്ടയോ, എപ്പോ പറയണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ബാലചന്ദ്രനല്ലേ. അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ഗംഗേട്ടാ. ഞാൻ തെണ്ടിക്കേറ് വന്നവളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോ നീ ആത്മസംയമനം പാലിക്കേണ്ട സമയമാണ് വൈജയത്. അയാളുടെ സെൽഫ് കൺട്രോൾ പോയിരിക്കാം. നീയും കൂടി അങ്ങനെ ആയാൽ മുന്നോട്ടുള്ള വഴിയെ അടഞ്ഞു പോയില്ലേ എന്ന് ചോദിച്ചു. വീണ്ടും ഒച്ച കേൾക്കുന്നു. അപ്പൊ വൈജയ്ക്ക് രക്തം തിളച്ചു. ദേ അടുത്ത കോള് വരുന്നു. ദേ ഇപ്പൊ മോളിൽ നിന്ന് ഇറങ്ങി വന്നതേ ഉള്ളൂ, പിന്നെയും വിളിക്കും അവളെ. അപ്പൊ എന്തെങ്കിലും കാര്യം കാണും. അത് എന്ത് കാര്യമാണെന്ന് ഞാൻ അറിയണ്ടേ എന്ന് വൈദ്യ ചോദിച്ചു. ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു. വൈദ്യ കയറി പോകാൻ നോക്കുമ്പോൾ വൈദ്യ നിൽക്ക്, നീ പോകരുതെന്ന് പറഞ്ഞു. ഇല്ല ഗംഗേട്ടാ, ഈ തോന്നിവാസം ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞോട് ഉറങ്ങി തുള്ളി മുകളിലോട്ട് കയറി പോകുന്നു. ഇവരിത് എന്നാ ഭാവിച്ചാന്ന് മാലതി അന്നേരം ഗംഗേട്ടനോട് ചോദിക്കാം. ബാലചന്ദ്രൻ അന്നേരം അവിടെ എങ്ങനെ ഇരിക്കും. അപ്പോഴേക്കും വൈദ്യ അങ്ങോട്ടേക്ക് കയറി ചെന്നു. വൈദ്യയെ കണ്ടപ്പോഴത്തേക്കും ബാലന്റെ ഭാവം അങ്ങ് മാറി. ബാലന് ദേഷ്യം വന്നു ശരിക്കും. വൈദ്യ അകത്തേക്ക് കയറി ചെന്നിട്ട് എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിളിച്ചത് അലീനയാണെന്ന് പറഞ്ഞു. എന്തിനാണെന്നാ ചോദിച്ചത്? അത് അലീന വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ഞാൻ വന്നാലിപ്പോ എന്നാ കുഴപ്പം? എന്നോട് പറഞ്ഞാൽ എന്നാ എന്ന് ചോദിക്കുമ്പോ നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു ബാലചന്ദ്രൻ. അലീനയുടെ സഹായം കൊണ്ടാണോ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചേ? എന്തായാലും നിന്റെ സഹായം കൊണ്ടല്ല. ഞാൻ നിങ്ങൾക്ക് വെച്ചു വിളമ്പി തന്നിട്ടില്ലേ, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്തിയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അതൊക്കെ നീ ഇല്ലെങ്കിലും നടക്കും, പൈസ കൊടുത്താലേ ആരും ചെയ്യുമെന്നായിരുന്നു ബാലചന്ദ്രന്റെ മറുപടി. പൈസ കൊടുത്താലും കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട്, അതെനിക്ക് കിട്ടിയിട്ടുമില്ല എന്ന് ബാലചന്ദ്രൻ പറയുമ്പം എന്നോട് എന്തുകൊണ്ടാ ഈ വിരോധം അതെനിക്ക് അറിയണമെന്ന് പറയുമ്പോ വൈജയന്തി നിർത്തിക്കോ, നീ താഴെയും ഞാൻ മുകളിലുമാണ്. ദേ നമുക്ക് രണ്ടുപേർക്കും നടുവിൽ ഞാനൊരു ലക്ഷ്മണ രേഖ തന്നെ വരച്ചിട്ടുണ്ട്. നീ ആ വര കടന്ന് ഇങ്ങോട്ട് വരരുത്, ഞാൻ അങ്ങോട്ടും വരില്ല എന്ന് ബാലൻ വൈജയോട് പറയുമ്പോൾ വൈജ അന്തം വിട്ട് നിൽക്കുക. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്നും പറഞ്ഞു. വൈജ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഞാൻ ആരാ? ഞാൻ ഈ വീട്ടിലെന്താ നിൽക്കണ്ടേ? എന്റെ സ്ഥാനം എന്നതാ ഇവിടെ. അതുകൂടെ പറയുമ്പം നീ ആരാണെന്നും അലീനി ആരാണെന്നും നിങ്ങൾക്കിടയിൽ ഞാൻ ആരാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴത്തേക്കും വൈജയന്റെ അന്തം വിട്ട് നോക്കുക. ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് നീയല്ല ഞാനാണെന്നും ബാലചന്ദ്രൻ ഇങ്ങനെ വൈജയോട് പറയണു. ഞാൻ ചോദിക്കുമ്പോ ഉത്തരം പറഞ്ഞാൽ മാത്രം മതി എന്ന് ബാലൻ വൈജയോട് പറയുമ്പം ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്ക് അറിയണം എന്നും പറഞ്ഞുകൊണ്ട് വൈജ ഹോസ്പിറ്റലിൽ എന്നെ കാണണ്ട, വീട്ടിൽ വന്നതിന് ശേഷവും എന്നെ വേണ്ട.
എന്തുകൊണ്ടാ എന്ന് ചോദിക്കുമ്പോഴേക്കും ബാലൻ ചാടി അങ്ങ് എഴുന്നേറ്റു. വീണ്ടും അവിടുന്ന് ഇങ്ങനെ ശബ്ദം വെച്ചോണ്ടിരിക്കുക. അതായത് ആ കോളിംഗ് ബെൽ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുക. താഴെ ഇത് മുഴങ്ങി മുഴങ്ങി ഇങ്ങനെ കേൾക്കുക, ഒരു സ്റ്റോപ്പില്ലാതെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അലീന അങ്ങോട്ടേക്ക് വന്നു. അലീന വന്നപ്പം ഗംഗേട്ടനും മാലതി ഇടത്തി അവിടെ നിൽപ്പുണ്ട്. ഇവരെ കണ്ടപ്പോ വൈജ കയറി പോയിട്ടുണ്ട് ബാലചന്ദ്രന്റെ റൂമിലേക്ക് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് ടെൻഷനായി. ദൈവമേ മൊത്തം പോയിന്ന് അലീനയ്ക്ക് മനസ്സിലായി. അലീന ഇങ്ങനെ ആകെ പേടിച്ച് കുറച്ച് മുകളിലോട്ട് നോക്കൂ കേട്ടോ. വഴക്കായി മനസ്സിലായി. അപ്പൊ നീയും കൂടെ ചെല്ലാൻ പറഞ്ഞു. ദേ ചെന്നില്ലേ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അലീനെ പറഞ്ഞു വിടുക. ബാലചന്ദ്രൻ അങ്ങനെ അടിച്ചോണ്ടേ ഇരിക്കുക. അപ്പൊ വിളിക്കുക, നിങ്ങൾ അവളെ വിളിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വൈദ്യ നിൽക്കുന്നു. അപ്പൊ ബാലൻ നീ പോ എന്റെ മുറിയിൽ ഗെറ്റ് അപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ്. പോകാൻ ഞാൻ പറഞ്ഞ നീ പോയിക്കോണം, ഇറങ്ങി പോകാൻ പറയുമ്പോ ഇല്ല, അങ്ങനെ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വൈജ. അപ്പൊ ഇത് കേട്ടോണ്ടാണ് അലീന കയറി വരണം. എനിക്ക് രണ്ടിലൊന്നും അറിയണം. അപ്പൊ ഇറങ്ങി പോടി എന്റെ മുറിയിൽ നിന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇരുന്ന ഒരു ഗ്ലാസ് എടുത്ത് എറിഞ്ഞു പൊട്ടിക്കുകയാണ് നമ്മുടെ ബാലൻ. ഭയങ്കര വയലന്റ് ആയി. അപ്പോഴത്തേക്കും അലീനയും കയറി വന്നു. പോ എന്റെ മുറിയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള സാധനങ്ങളെല്ലാം എടുത്ത് എറിയുവാണ് വൈജയെ. അപ്പൊ സാറേ എന്താ ഇത് എന്ന് ചോദിച്ചുകൊണ്ട് അലീന ചോദിക്കുമ്പോൾ ഇനി വാതിലിനപ്പുറം നീ കടന്നു പോകരുത് എന്നൊക്കെ വൈജയന്തിയോട് പറയുന്നു. മേഡം എന്താ പ്രശ്നം, എന്താ ഇവിടെ എന്ന് അലീന ചോദിച്ചു. അപ്പോഴത്തേക്കും പിള്ളേർ രണ്ടുപേരും കൂടെ കയറി വന്നു. മകൻ അപ്പുറയിന്ന് വന്നു. മൊത്തത്തിൽ വയലന്റ് ആയി, പ്രശ്നം രൂക്ഷമായി. അപ്പോഴേക്കും അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം അച്ഛൻ വലിച്ചെറിയുന്നത് കണ്ടുകൊണ്ടാണ് പെൺമക്കൾ രണ്ടുപേരും കൂടെ കയറി വരുന്നത്. ആ സാർ എന്താ ഈ കാണിക്കുന്നേ എന്ന് അലീന ചോദിക്കുമ്പം ഇവളോട് പോകാൻ പറയാൻ പറഞ്ഞുകൊണ്ടായി നമ്മുടെ ബാലചന്ദ്രന്റെ ഒച്ച. അപ്പോഴേക്കും ഇറങ്ങി പോകാൻ പറയാന്ന് പറഞ്ഞു. വൈജയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് യാതൊരു കുലുക്കുമില്ല. അലീനയോടുള്ള കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക. പോകാൻ പറഞ്ഞാൽ പോണം, എഴുന്നേറ്റ് പോടിയെന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കുന്നു ബാലൻ. അപ്പോഴത്തേക്കും കൃഷ്ണ ഓടി വന്ന് അച്ഛാന്ന് പറഞ്ഞ് വിളിച്ചു. അച്ഛൻ പ്ലീസ് അച്ഛൻ അവിടെ ഇരിക്കുക, ഇവളോട് പോകാൻ പറ, ഇവളോട് പോകാൻ പറയാന്ന് പറഞ്ഞു ബാലൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പോഴത്തേക്കും കൃഷ്ണ ഓടി വന്ന് അച്ഛനെ പിടിച്ചവിടെ ഇരുത്തുക. അച്ഛനിപ്പോ ടെൻഷൻ അടിക്കാൻ പാടില്ല അച്ഛൻ, ഇറങ്ങിപ്പോ അമ്മേ, അച്ഛനോട് ഇരിക്കച്ചാന്ന് പറഞ്ഞ് കൃഷ്ണ ഇങ്ങനെ പറയണം. ആ സമയത്ത് അച്ഛ വേണ്ട എന്ന് പറഞ്ഞ് കൃഷ്ണ പറയുന്നത്. അപ്പോഴും ബാലൻ ഇവളോട് പോകാൻ പറ, ഇവളോട് പോകാൻ പറയാന്ന് പറഞ്ഞ് ഈ ഒരു ഡയലോഗ് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വൈദ്യാണെങ്കിൽ ബാലൻ ചത്താ ചാവട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ബബിത അമ്മേ റൂമിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങണമെന്ന് ബബിത വന്ന് അമ്മയോട് പറഞ്ഞു. അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ബോധമുണ്ടോ? ഡോക്ടർ പറഞ്ഞു, മനുവേട്ടൻ പറഞ്ഞു, ഗംഗാധരനങ്ങൾ പറഞ്ഞു, അച്ഛനും പറഞ്ഞില്ലേ ശല്യപ്പെടുത്തരുതെന്ന്. അമ്മയ്ക്ക് എന്താ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു ബബിത പിടിച്ചു വലിച്ച് അമ്മയെ മുറിക്ക് പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ വന്ന് ഈ ദേലും പിടിച്ചിങ്ങനെ അങ്ങ് നിൽക്കുക. ബാലൻ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് അലീനയെ തുറിച്ച് നോക്കുവാണ് വൈജയന്തി അങ്ങനെ നോക്കിയിട്ട് ചെന്നിട്ട് അലീനയുടെ കാരണം നോക്കി ഒരൊറ്റ അടിയായിരുന്നു. അപ്പോഴത്തേക്ക് എടി എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ചാടി എഴുന്നേറ്റപ്പോഴത്തേക്കും കൃഷ്ണ അച്ഛനെ പിടിച്ച് അവിടെ അങ്ങ് ഇരുത്തി. എടി പറഞ്ഞോണ്ട് എടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതിലിങ്ങനെ ബാലൻ ഭയങ്കര വയലന്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ രോഹിത് മോൻ ഇതങ്ങ് ഇഷ്ടപ്പെട്ടു. രോഹിത് മോൻ അവിടെ നിന്ന് അങ്ങനെ ചിരിക്കുക. പ്രശ്നം അതീവ ഗംഭീരമാക്കി തകർത്തു വാരിക്കൊണ്ടിരിക്കുക വൈജ. ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടടി, ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ വൈജയന്തി അല്ലടി എന്ന് അലീനയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ബാലനെ നോക്കുമ്പം അവളെ എന്റെ ചകിടത്തടിച്ച് അടിയാ അതെന്ന് പറഞ്ഞു ബാലൻ. അപ്പോഴത്തേക്ക് അലീന കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കും കേട്ടോ. വൈജയന്തി ഇങ്ങനെ ആ ഒരു നോട്ടവും നോക്കിക്കൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. നമ്മുടെ രോഹിത് നല്ല അന്തസ്സായിട്ട് ഇങ്ങനെ നിൽക്കുക. അലീനയ്ക്കിട്ടൊന്നും കിട്ടിയതിന്റെ ആ ഒരു ഇതില് അങ്ങനെ അടിയും കൊടുത്ത് വലിയ ആള് കളിച്ച് ഇവിടെ നിൽക്കുന്നു നമ്മുടെ വൈജ. ഈ സമയത്ത് അലീന സ്തംഭിച്ച് നിന്നുപോയി. പെറ്റമ്മയാണ് അമ്മാതിരി അടിച്ചത്. അങ്ങനെ അടിയും മേടിച്ച് നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കുമ്പോൾ അലീനയെ നോക്കി ചിരിക്കുകയാണ് ഈ രോഹിത്തിന്. അന്നേരം അലീന നോക്കി ഇവൻ കളിയാക്കി ചിരിക്കുന്ന അലീനയ്ക്ക് മനസ്സിലായി. ഈ സമയത്ത് അലീനയെ ബാലനകത്തേക്ക് വിളിക്കുക. വാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ ഒച്ച കേട്ട് ഗംഗാധരനും മാലതിയൊക്കെ അങ്ങോട്ടേക്ക് കയറി വരിക. അപ്പോൾ വൈജയന്തി എന്തോ ലോകം കീഴടക്കി അന്തസ്സോട് കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗംഗാധരന് ഭയങ്കര ദേഷ്യം. ഗംഗേട്ടൻ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് അവൾ വലിയ ആള് കളിച്ചിങ്ങനെ ഇറങ്ങി വന്നു, അതായത് ഈ വൈജയന്തി. ആ സമയത്ത് നമ്മുടെ മാലതി വൈജ എന്ന് പറഞ്ഞ് വിളിച്ച് പിന്നാലെ ചെല്ലുക. അടിയും കൊടുത്തിട്ട് ചേച്ചി വലിയ ആള് കളിച്ചങ്ങ് പോയി. ഈ സമയത്ത് ബാലൻ അലീനയെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് കവളിൽ തലോടി. എന്നിട്ട് എന്നെ അവള് തല്ലിയതെന്ന് ബാലൻ ഇങ്ങനെ അലീനയോട് പറയാം. ഈ അച്ഛന് വേണ്ടിയല്ലേ എന്നിങ്ങനെ അലീനയോട് നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കുന്നു. സാരമില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കവളത്ത് തലോടി അലീനയെ സമാധാനിപ്പിക്കുവാണ്. അപ്പൊ കൃഷ്ണ തൊട്ടരികിൽ നിൽപ്പുണ്ട്. അലീന നിന്ന് ഒരൊറ്റ കരച്ചിലായിരുന്നു. അങ്ങനെ വാ പൊത്തി അലീന അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കഴിഞ്ഞപ്പോൾ ബാലൻ അത് സഹിച്ചില്ല. അപ്പോൾ അച്ഛൻ എന്നായി ചെയ്യുന്നേ, എല്ലാം ഞാൻ എടുത്ത് വെച്ചോളാം. അച്ഛൻ കിടക്കാൻ പറഞ്ഞ് കൃഷ്ണ അവിടെ ബാലനെ പിടിച്ച് കിടത്തി. അതിനുശേഷം എല്ലാം ഒതുക്കി എടുത്ത് വെക്കുക. ആ സമയത്ത് ബബിതയും രോഹിത്തും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു. മാലതിയേട്ടനും ഗംഗേട്ടനും കൂടെ അവിടെ നിൽക്കുവാണ്. അപ്പൊ മുകളിൽ എന്തായിരുന്നു ഒരു ബഹളം എന്ന് ബബിതയോട് ചോദിക്കുമ്പോൾ അമ്മ അലീനയ്ക്കിട്ട് ഒരെണ്ണം കൊടുത്തു, ചെകിട്ടത്തിനിട്ട് തന്നെ എന്ന് ബബിത വലിയ അന്തസ്സായിട്ട് ഗംഗാധരൻ അങ്കിളിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. ആ സമയത്ത് നമ്മുടെ അലീന കവിളും പൊത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരിക. കവിൾ ഇങ്ങനെ ചുവന്ന് തിണർത്തി ഇങ്ങനെ കിടക്കുക കേട്ടോ.
ഇവരുടെ മുന്നിൽ വന്ന് നിന്ന് കരയുന്ന അലീനയെ കണ്ടപ്പോൾ ആ രണ്ടു പേർക്കും സഹിച്ചില്ല. അവർക്ക് ശരിക്കും വിഷമമായി. അലീന കരഞ്ഞുകൊണ്ട് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി വന്ന് നിന്ന് ആ ഊൺമേശയുടെ കസേരയിൽ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഭയങ്കര കരച്ചില്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. കൃഷ്ണ ഇറങ്ങി വന്നപ്പം എന്തിനാ മോളെ അലീനയെ അടിച്ചത്? അച്ഛൻ അമ്മയുടെ മുറിയിൽ കയറരുതെന്ന് പറഞ്ഞു എന്ന് കൃഷ്ണ വന്നു ഗംഗാധരൻ അങ്കിളിനോട് പറയുക. അമ്മ ആ ദേഷ്യം അലീന ചേച്ചിയുടെ ചെകിടത്ത് തീർക്കുക ചെയ്തത്. അലീനയും വൈജയും തമ്മിൽ സംസാരം എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അമ്മ ചെന്ന് അച്ഛനോട് ചൂടായി. കയറരുതെന്ന് പറഞ്ഞിട്ടും അച്ഛന്റെ റൂമിൽ കയറി ചെന്ന് വഴക്കുണ്ടാക്കിയെന്നുള്ള കാര്യം കൃഷ്ണ പറയുക. അത് പിന്നെ ഉള്ള കാര്യം ഉള്ളതുപോലെ ആ കൊച്ചു പറഞ്ഞു. അപ്പോഴും അലീന അവിടെ നിന്ന് ഇങ്ങനെ കരയുക കേട്ടോ. സഹിക്കുന്നില്ല അലീനയ്ക്ക്. ആ സമയത്ത് നമ്മുടെ ഗംഗാധരൻ അങ്കിള് ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ ഇവളുടെ അഹങ്കാരം വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല എന്ന് ആ മനുഷ്യന് മനസ്സിലായി. എന്നിട്ട് അലീനെ ഒന്ന് നോക്കി. എന്നിട്ട് വലിയ ഷോ കാണിച്ച് ഫോണും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വൈജയുടെ അടുത്തേക്ക് ചെന്നിട്ട് വൈജ എന്നും പറഞ്ഞു വിളിച്ചു കേട്ടോ. ആ എന്നെ ഇപ്പൊ ബാലചന്ദ്രനുമായി വഴക്കുണ്ടാക്കിയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഗംഗേട്ടൻ വിചാരിക്കുന്നത് പോലെ അല്ല ഇവിടുത്തെ കാര്യങ്ങള്. അതും പറഞ്ഞ് വലിയ ആള് കളിച്ചങ്ങ് പോയി അവിടെ അങ്ങ് പോയി ഇരുന്നു. അപ്പൊ നിന്നോട് ഞാൻ എന്താ പറഞ്ഞിരുന്നതെന്ന് ചോദിച്ചു. ബാലചന്ദ്രൻ ഒരു രോഗിയാ, ആ നിലയ്ക്ക് വേണം അയാളുടെ പെരുമാറ്റം വിലയിരുത്താൻ. ഡോക്ടർ നിന്നോട് അങ്ങനെയല്ലേ പറഞ്ഞിരുന്നതെന്ന് ചോദിച്ചു. ബാലചന്ദ്രനെ ടെൻഷനൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അപ്പൊ എന്റെ ടെൻഷനോ? അതിനെന്താ ഒരു വിലയില്ലെന്ന് ചോദിക്കുമ്പോൾ നീ ഒരു രോഗിയാണോ? നീ എന്താ മരുന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. നിനക്ക് കുറച്ച് ടെൻഷൻ വന്നാൽ ഇപ്പൊ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ അല്ല ഗംഗേടനൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ബാലചന്ദ്രൻ മുകളിലോട്ട് താമസം മാറ്റി എന്നെ തോൽപ്പിക്കാൻ വേണ്ടി, എന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ പോട്ടെ, ഞാൻ ഇതങ്ങ് വിട്ടു. അപ്പൊ നിന്നോട് ഞാനല്ലേ പറഞ്ഞത് ബാലചന്ദ്രനെ പ്രകോപിതനാക്കരുതെന്ന്? എത്ര വട്ടം നിന്നോട് ഞാൻ പറഞ്ഞു? നീ മുകളിലേക്ക് പോയപ്പോ ഞാൻ ആവർത്തിച്ച് നിന്നോട് പറഞ്ഞില്ലേ പോകരുതെന്ന്? എനിക്ക് എന്റെ വീട്ടിൽ ഏത് മുറിയിലോട്ട് കയറി ഇറങ്ങുന്നതിനും ഗംഗേട്ടന്റെ അനുവാദം വേണോ എന്ന് വൈദ്യൻ ചോദിക്കുമ്പോൾ നിന്നോട് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ നിനക്കത് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണെന്ന് ഗംഗേട്ടൻ ചോദിച്ചു. രോഗിയാണെന്നും പറഞ്ഞിട്ടുള്ള അഭ്യാസം എന്റെ അടുത്ത് നടക്കത്തില്ല ഗംഗേട്ട, ഇതൊക്കെ മുളയിലെ നുള്ളിയിലെങ്കിൽ ശരിയാവത്തില്ല എന്ന് വൈദ്യന്തി ഗംഗേട്ടനോട് പറഞ്ഞു. ചൊറിയുന്ന വർത്താനം തന്നെയാണ് വൈജയന്തി പറയുന്നത്. അലീനയെ മാത്രം കണ്ടാൽ മതി, അലീനയോട് മാത്രം സംസാരിച്ചാൽ മതി, അലീന മാത്രം ശുശ്രൂഷിച്ചാൽ മതി, ഭക്ഷണവും മരുന്നും അലീനയുടെ കൈകൊണ്ട് കൊടുത്താൽ മാത്രമേ കഴിക്കത്തുള്ളൂ. അതൊരു വല്ലാത്ത സൂക്കേടല്ലേ? അതിനൊരു അറുതി വരുത്തണ്ടേ എന്ന് ചോദിക്കുമ്പം എടി അത് നിന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാ, അത് കണ്ട് നീ കുരങ്ങ് കളിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. ദേ നഷ്ടപ്പെടുന്നത് നിനക്ക് മാത്രമായിരിക്കുമെന്ന് പറയുമ്പം എനിക്ക് അറിയാൻ ഗംഗേട്ടാ, ഈ പ്രായത്തിൽ ചില ഇളക്കങ്ങളൊക്കെ ഉണ്ടാവും തൈക്കളവന്മാർക്കെന്ന് പറഞ്ഞുകൊണ്ട് ഗംഗേട്ടനോട് അനിയത്തി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ രക്തം തിളച്ചു. സ്വന്തം മകളാകാൻ പ്രായമുള്ള പെൺപിള്ളേരെ കാണുമ്പോൾ പ്രത്യേകിച്ചു എന്നും പറഞ്ഞപ്പോ മാലതയെടുത്ത് നിൽക്കും. അപ്പൊ എനിക്കറിയാം പലതരം കഥകള്. അലീനയെ നിനക്കെന്താ സംശയമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ പുളിങ്കൊമ്പ് കൈ കിട്ടിയ ഏത് പെണ്ണും അതിൽ മുറുകെ പിടിക്കും, അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്ന് പറയുമ്പം ബാലചന്ദ്രനും അലീനയും തമ്മിൽ മോശമായ എന്തെങ്കിലും ബന്ധമുണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ച് ഗംഗേട്ടൻ നിൽക്കുമ്പോഴത്തേക്കും ദേ വരുന്നു രണ്ട് പെൺമക്കളും കൂടെ അവിടെ വന്നു. കൂട്ടത്തിൽ മകനും ഉണ്ട്. ആ സമയത്ത് ഇപ്പൊ ഇല്ലായിരിക്കും, പക്ഷേ ദേ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് വൈജ പറയുക. അത് കേട്ടപ്പം നീ സ്റ്റെയർ കേസ് കയറാൻ തുടങ്ങിയപ്പോഴേ ഞാൻ നിന്നെ വിലക്കിയതാ പോകരുതെന്നും പറഞ്ഞു. നീ അത് കേട്ടോ? കേട്ടില്ലല്ലോ. മുകളിൽ ചെന്ന് ബാലചന്ദ്രനോട് ഏറ്റുമുട്ടി ഇല്ലാത്ത വഴക്കുണ്ടാക്കി. ഒരു കാര്യമില്ലാതെ നീ അലീനയുടെ ചെകിട്ടത്തടിച്ചില്ലേ, അതിന്റെ പേരിൽ നീ റിഗ്രറ്റ് ചെയ്യുന്ന ദിവസങ്ങൾ എന്നെങ്കിലും വരാതിരിക്കില്ല എന്ന് പറയുന്നു ഇദ്ദേഹം. ഇപ്പോഴും ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുക, നീ ബാലചന്ദ്രന്റെ അടുത്ത് വഴക്കിന് പോകരുത്. നിന്റെയും ഈ കുടുംബത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ബാലചന്ദ്രന് ഇഷ്ടമില്ലാത്ത ആരും അപ്സ്റ്റെയറിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം ഞാൻ പോവും ഗംഗേട്ട, എന്നെ തടയാൻ ആരും നോക്കണ്ട. ചോദിക്കാനുള്ളത് വൈജ ആരുടെയും മുഖത്ത് നോക്കി ചോദിക്കും, പറയാനുള്ളത് പറയും. 10 ദിവസത്തിനകം ഞാൻ അവളെ ഇവിടെ നിന്ന് നാട്ടി ഇറക്കും എന്ന് പറയുമ്പം വൈജ ആവശ്യമില്ലാതെ നീ എന്റെ ഭർത്താവിന് അവിഹിത ബന്ധത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് അത് കണ്ട് രസിക്കാനും മാത്രം അധപ്പതിച്ചിട്ടില്ല ഞാൻ. അതിന് കൂട്ടുനിൽക്കാൻ ഗംഗേട്ടൻ നാണോ ഇല്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും കൂട്ടത്തു വൈദ്യയുടെ കരണക്കുറ്റി നോക്കി ഒരൊറ്റ ഒരെണ്ണം ഗംഗേട്ടൻ ഞെട്ടിപ്പോയി. മക്കളും മാലതിയും ഒക്കെ ചെറ്റത്തരം പറഞ്ഞ ആ രീതിയിൽ തന്നെ മറുപടി കൊടുക്കണ്ടേ, അത് അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. വൈജയന്തി നടുങ്ങിപ്പോയി. ഇനി ആ ദുഷിച്ച നാവ്, ആ പുഴുത്ത നാവ് തുറക്കരുത് എന്നുള്ളൊരു അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം കൊടുത്തത് വൈജയന്തിക്കിട്ട്. അപ്പോൾ ആ ഒരു അടിപൊളി അട്ടാള സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. വൈജയന്തിയുടെ പുഴുത്ത നാവ് വലിച്ചു പറിച്ചിങ് എടുത്തു നമ്മുടെ ഗംഗേട്ടൻ. എന്തായാലും നല്ല സൂപ്പറായിരുന്നു. ആരും മിസ് ചെയ്ത് കളയരുത്. വലിയൊരു നഷ്ടമായി പോകും ഇന്നത്തെ എപ്പിസോഡ് മിസ്സായി പോയിട്ടുണ്ടെങ്കിലും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത സൂപ്പർ ഹിറ്റ് കഥ കാണാമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുകയാണ്. അതോടൊപ്പം
നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.